ബീനയിലേക്ക് പോകുന്നു. ബീന, നാളെ എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് അദ്ദേഹത്തിൻ്റെ ദേഹം പൊതുദർശനത്തിന് വയ്ക്കും എന്ന് അറിയുന്നു. സംസ്കാരം എവിടെയാണ്, എപ്പോഴാണ് എന്ന കാര്യത്തിലൊക്കെ തീരുമാനമായോ? അനിൽ, ഇതുവരെ ലഭിച്ച വിവരമനുസരിച്ച് നാളെ രാവിലെ 8 മണിയോടെ സാനുമാഷിന്റെ ഭൗതിക ശരീരം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിക്കും. തുടർന്ന് 9 മണി മുതൽ 10 വരെ വസതിയിൽ അദ്ദേഹത്തെ വസതിയിൽ അദ്ദേഹത്തെ കാണുവാനും ആദരാഞ്ജലി അർപ്പിക്കുവാനും അവസരമുണ്ടാകും. തുടർന്ന് ടൗൺ ഹാളിൽ പൊതുദർശനം ഉണ്ടാകും. എന്നാൽ സംസ്കാരം സംബന്ധിച്ച് അത് എത്ര മണിക്കാണ് എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. എന്തായാലും നിലവിലുള്ള വിവരം അനുസരിച്ച് ഇന്ന് വൈകിട്ട് 7 മണിയോടെ അമൃതയിലെ തന്നെ മറ്റൊരു സംവിധാനത്തിലേക്ക് അദ്ദേഹത്തെ മാറ്റും. നാളെ രാവിലെ 8 മണിയോടെ ആയിരിക്കും വീട്ടിലേക്ക് എത്തിക്കുക എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം, ഒപ്പം തന്നെ മലയാള സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ് സാനുമാഷിന്റെ മരണമെന്ന് നമ്മളുടെ അതിഥികൾ തന്നെ സംസാരിച്ചതിൽ നിന്നും അല്ലാതെയും വ്യക്തമാകുന്നുണ്ട്. അദ്ദേഹത്തിന് അനാരോഗ്യകരമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നപ്പോൾ പോലും അദ്ദേഹം കൊച്ചിയിലുള്ള എല്ലാ പൊതുപരിപാടികളിലും സജീവമായിരുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ആരെയും അദ്ദേഹം നിരാശപ്പെടുത്തിയിരുന്നില്ല. ഏത് പരിപാടിക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചാലും രാഷ്ട്രീയ ഭേദമന്യേ പങ്കെടുത്ത അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ സുവ്യക്തമായി വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിൽ പൊതുപരിപാടികളിലെല്ലാം സജീവമായിരിക്കെയാണ് അദ്ദേഹത്തിന് ഒരു വീഴ്ചയിൽ തൊടയലിനും ഒപ്പം തന്നെ ഇടുപ്പല്ലിനും പൊട്ടൽ സംഭവിക്കുകയുണ്ടായത്. തുടർന്ന് ശ്വാസകോശത്തിൽ അണുബാധയും ഉണ്ടായി. അങ്ങനെയാണ് അദ്ദേഹത്തെ ICUവിൽ പ്രവേശിപ്പിക്കുന്നതും അദ്ദേഹം ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. എന്തായാലും മലയാള സാഹിത്യത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകളിലൂടെയാണ് അദ്ദേഹം മലയാളികൾക്ക് എന്നും ഒരു പ്രിയപ്പെട്ട വ്യക്തിയായി മാറിയത്. മലയാള ഭാഷയിലെ മികച്ച ജീവചരിത്ര കൃതികളെല്ലാം പ്രൊഫസർ MK സാനുവിന്റെ നിരീക്ഷണത്തിൽ നിന്നും രൂപപ്പെട്ടതാണ്. എന്തായാലും അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സാനു മാസ്റ്റർ എന്ന മലയാളികൾ വിളിച്ചു. അത് അദ്ദേഹത്തിന്റെ അധ്യാപക പാഠവും ഒപ്പം തന്നെ സാഹിത്യ ലോകത്തുണ്ടായ അദ്ദേഹത്തിന്റെ അറിവും അഗാധമായ പാണ്ഡിത്യവും എല്ലാമാണ്. ഈ 98-ാം വയസ്സിലും അദ്ദേഹം പുതിയ പുസ്തകം പുറത്തിറക്കി. പുസ്തകം പൂർത്തിയാക്കി. കഴിഞ്ഞ മെയ് മാസത്തിലാണ് പുസ്തകം പൂർത്തിയാക്കിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആ പുസ്തക പ്രകാശനം നടത്തിയത്. അതായത് SNV സദനം എന്ന സ്ഥാപനം 1921 തപസ്വിനി അമ്മ രൂപീകരിച്ച അഗതികളായ സ്ത്രീകൾക്കുള്ള അബല സദനാണ്. ആ തപസ്വിനി അമ്മയെ കുറിച്ച് അമ്മയുടെ 50-ാം ചരമവാർഷികമായ മെയ് 21 തന്റെ പുതിയ രചന പൂർത്തീകരിക്കുകയായിരുന്നു. തപസ്വിനി അമ്മ അബലകൾക്ക് ശരണമായി പ്രവർത്തിച്ച പുണ്യവതി എന്നായിരുന്നു ആ പുസ്തകത്തിന്റെ പേര്. അത്തരത്തിൽ ഈ 98-ാം വയസ്സിലും സാഹിത്യ ലോകത്ത് വളരെ സജീവമായി നിന്നിരുന്ന ഒരാൾ കൂടിയായിരുന്നു സാനുമാഷ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം, അപ്പോൾ കൊച്ചി നഗരവാസികളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വിയോഗം വലിയ തീരാ നഷ്ടമാണെന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം 1987 ഇടതു സ്വതന്ത്രനായി മത്സരിച്ച MLA ആകുന്നത്. അത് തന്നെ അക്കാലത്ത് LDF സാംസ്കാരിക രംഗത്തെ ചില പ്രമുഖരെ നിയമസഭയിലേക്ക് എത്തിക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് പ്രൊഫസർ MK സാനുവിനെ ഇത്തരത്തിൽ സ്ഥാനാർത്ഥിയാക്കുന്നതും അദ്ദേഹം നിയമസഭാംഗമാകുന്നതും. എന്നാൽ അതിനെല്ലാം ശേഷവും അദ്ദേഹം രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുമായും വളരെയധികം സഹകരിച്ചും ഒപ്പം തന്നെ വളരെയധികം ശിഷ്യഗണങ്ങളുമുണ്ട്. ശിഷ്യഗണങ്ങൾക്ക് തന്നെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകനായും മറ്റും അദ്ദേഹം തുടർന്നിരുന്നത്. അദ്ദേഹം ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായും വളരെ സജീവമായി പ്രവർത്തിച്ച ഒരാളാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ ഈ വിയോഗം തീർച്ചയായും മലയാളികളെ സംബന്ധിച്ചിടത്തോളം, ഒപ്പം കൊച്ചി നിവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തീരാ നഷ്ടത്തിലേക്കാണ് നയിച്ചിരിക്കുന്നത്. 4 വർഷത്തോളം സ്കൂൾ അധ്യാപകനായിരുന്നു. പിന്നീട് വിവിധ സർക്കാർ കോളേജുകളിൽ അധ്യാപക വൃത്തിയിലേർപ്പെട്ടു. 1958 5 ശാസ്ത്ര നായകന്മാർ എന്ന ആദ്യ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചു. 1960 വിമർശന ഗ്രന്ഥമായ കാറ്റും വെളിച്ചവും പുറത്തിറങ്ങി. 1983 അദ്ദേഹം അധ്യാപനത്തിൽ നിന്ന് വിരമിച്ചത്. 1986 പുരോഗമന സാഹിത്യ സംഘം പ്രസിഡന്റായി നേരത്തെ ബീന സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ് നേതാവ് AL ജേക്കബിനെ
പരാജയപ്പെടുത്തിയാണ് 87-ൽ എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചത്. വിമർശനം, വ്യാഖ്യാനം, ബാലസാഹിത്യം, ജീവചരിത്രം തുടങ്ങി വിവിധ സാഹിത്യ ശാഖകളിലായി 40ഓളം കൃതികളുടെ കർത്താവാണ് പ്രൊഫസർ MK സാനു. കർമ്മഗതി, അതാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര്. പ്രഭാത ദർശനം, സഹോദരൻ K അയ്യപ്പൻ, മലയാള സാഹിത്യ നായകന്മാർ, ഇവർ ലോകത്തെ സ്നേഹിച്ചവ, M ഗോവിന്ദൻ. നേരത്തെ ബീന സൂചിപ്പിച്ചതുപോലെ മലയാളത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ജീവചരിത്രങ്ങളുടെ ഗ്രന്ഥകർത്താവ് കൂടിയാണ് അദ്ദേഹം. അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്ക്, ആശാന പഠനത്തിനൊരു മുഖപുര, മൃതിജ്ഞേയം, കാവ്യജീവിതം, ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം, യുക്തിവാദി, MC ജോസഫ്, ബഷീർ, ഏകാന്ത വീതിയിലെ അവധൂതൻ, അസ്തമിക്കാത്ത വെളിച്ചം. ഈ കൃതി ആൽബർട്ട് ഷൈറ്റ്സറുടെ ജീവചരിത്രം ആണ്. PK ബാലകൃഷ്ണൻ്റെ ജീവചരിത്രം. ഉറങ്ങാത്ത മനീഷി, കുമാരനാശാൻ്റെ നളിനി, നാരായണ ഗുരുസ്വാമി, അയ്യപ്പപ്പണിക്കരും അങ്ങനെ പോകുന്നു അദ്ദേഹത്തിൻ്റെ മലയാള സാഹിത്യത്തിനുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ. ബീന, അദ്ദേഹത്തിൻ്റെ കുടുംബം, മറ്റു വിവരങ്ങൾ. അനിൽ, സാനു മാസ്റ്ററുടെ പത്നി ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തെ വിട്ടുപിരിഞ്ഞത്. അതിനുശേഷം അദ്ദേഹം ആരോഗ്യപരമായി അത്ര നല്ല നിലയിലായിരുന്നില്ല. അദ്ദേഹം നിലവിൽ മകളോടൊപ്പം കാരക്കാമഠം ചാവറ കൾച്ചറൽ സെന്ററിനടുത്ത് എറണാകുളം അവിടെയാണ് താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ മകളോടൊപ്പമായിരുന്നു അദ്ദേഹം. മകൾ ഒരു കോളേജ് അധ്യാപികയായിരുന്നു. അദ്ദേഹത്തെ ശുശ്രൂഷിക്കാനായി അദ്ദേഹത്തിന്റെ കൂടെ എത്തിയിരുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മരണശേഷം അവരുടെ പരിചരണത്തിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. ആരോഗ്യം മോശമായിരുന്നെങ്കിലും അവരുടെ പരിചരണത്തിൽ അദ്ദേഹം സന്തോഷവാനായിരുന്നു. അദ്ദേഹം പൊതുപരിപാടികളിലെല്ലാം സജീവമായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാ കാര്യത്തിലും വ്യക്തമായ അഭിപ്രായമുള്ള അദ്ദേഹം രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ പരിപാടികളിലും പങ്കെടുക്കുകയും എന്ത് കാര്യത്തിൽ പ്രതികരണം തേടിയാലും അദ്ദേഹം വ്യക്തമായും കൃത്യമായും അത് നൽകുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ തുടരുമ്പോഴാണ് അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വീഴ്ചയിൽ വലതു തുടയലിനും കഴുത്തിനും ഇടുപ്പലിനും എല്ലാം പൊട്ടൽ സംഭവിച്ചത്. തുടർന്ന് ഇങ്ങനെ ശ്വാസകോശത്തിൽ അണുബാധ തുടർന്ന് അദ്ദേഹത്തെ ICUവിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഏതാണ്ട് 98 വയസ്സായെങ്കിലും അദ്ദേഹം എഴുത്തിലും മറ്റും കൃത്യമായി സജീവമായിരുന്നു. അദ്ദേഹം മക്കളോടൊപ്പം സന്തുഷ്ടമായ ജീവിതം നയിച്ചു വരികയായിരുന്നു. എന്തായാലും അദ്ദേഹത്തിന് കൂടുതൽ ഇത്തരത്തിൽ, അതായത് ഗ്രന്ഥരചനയിലും മറ്റും കൂടുതൽ സജീവമാകണമെന്ന ആഗ്രഹം അദ്ദേഹം എന്നും പുലർത്തിയിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് ഒരു വിപുലമായ ശിഷ്യഗണം തന്നെ ഉണ്ടായിരുന്നു. അവരുടെ എല്ലാം സ്നേഹവും അവരുടെ എല്ലാം ആദരവും അദ്ദേഹം വളരെയധികം അദ്ദേഹത്തെ മുന്നോട്ട് ജീവിക്കാൻ പ്രചോദിപ്പിച്ചിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ പത്നിയുടെ മരണശേഷവും അദ്ദേഹം പലപ്പോഴും പറഞ്ഞിരുന്നു. ഇതുപോലെ തന്നെ സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന രാഷ്ട്രീയ ഭേദമന്യേ വിചാരിച്ചതിലധികം സ്നേഹവും സഹകരണവും ആളുകളിൽ നിന്ന് ലഭിക്കുന്നു. അതാണ് തന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ നേട്ടമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്തായാലും പ്രഭാഷകനായി, സാഹിത്യ നിരൂപകനായി, സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തകനായി, അധ്യാപകനായി, അങ്ങനെ ഏതെല്ലാം മേഖലകളിൽ ശോഭിക്കാമോ ആ മേഖലകളിലെല്ലാം ശോഭിച്ച ഒരു വ്യക്തിത്വമായിരുന്നു സാനു മാഷ്. സമൂഹത്തിൽ അത്രയോളം വിലപ്പെട്ട ചില സംഭാവനകൾ നൽകിയ ശേഷമാണ് അദ്ദേഹം മടങ്ങുന്നത്. മലയാള സാഹിത്യത്തിന് നൽകിയ സംഭാവനകളിലൂടെയാണ് അദ്ദേഹത്തെ സാനു മാഷ് എന്ന സ്നേഹപൂർവ്വം ആളുകൾ വിളിച്ചിരുന്നത്. ഇന്ന് അദ്ദേഹത്തിന്റെ ജീവിതം അവസാനിക്കുമ്പോൾ, അതായത് ഒരു ധന്യ ജീവിതം അവസാനിക്കുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ഓർമ്മകൾ പങ്കിടാൻ സാഹിത്യ ലോകത്തും സാംസ്കാരിക ലോകത്തും ഒപ്പം തന്നെ സാമൂഹിക രംഗത്തും നിരവധി ആളുകൾക്ക് അദ്ദേഹത്തിന്റെ ജീവിതം അനുസ്മരിക്കുവാൻ കഴിയും. കാരണം എല്ലാവരുമായും, സമൂഹത്തിലെ വിവിധ തട്ടിലുള്ളവരുമായും അദ്ദേഹം അത്ര സഹകരിച്ചു പ്രവർത്തിച്ചിരുന്നു. ചെറിയ കുട്ടികൾ വരെ കവിതകൾ എഴുതി അദ്ദേഹത്തിന് സമർപ്പിക്കുക, അദ്ദേഹം അവരെ പ്രചോദിപ്പിക്കുന്ന രീതിയിൽ അത് പ്രകാശനം നിർവഹിച്ചു കൊടുക്കുകയും അതുപോലെ എല്ലാവർക്കും ഒരു പ്രചോദനമായാണ് അദ്ദേഹം, അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ തന്നെയാണ് അദ്ദേഹം
നൽകിയിരുന്നത്. ഏറ്റവും ഒടുവിൽ ബീന വലിയ ആതിഥ്യ മര്യാദ പുലർത്തിയിരുന്ന ഒരു സാഹിത്യകാരൻ കൂടിയായിരുന്നു പ്രൊഫസർ എം കെ സാനു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം വീട്ടിൽ ആളുകൾ വരുന്നത് അദ്ദേഹത്തിന് വലിയ താല്പര്യമാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പലവട്ടം പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് വലിയ താല്പര്യമാണ് അത് വലിപ്പച്ചെറുപ്പമില്ലാതെ എല്ലാവരെയും സ്വീകരിക്കുക, ആതിഥ്യ മര്യാദ പുലർത്തുന്നതിൽ അദ്ദേഹം മുമ്പന്തിയിലായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ആ ഒരു അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും അനിൽ, അദ്ദേഹത്തോട് ഏത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏത് കാര്യത്തിന് പ്രതികരണം നേടാനും സാനു മാസ്റ്ററുടെ അടുത്തെത്തിയാൽ അദ്ദേഹം കൃത്യമായി അദ്ദേഹത്തിന്റെ അഭിപ്രായം രേഖപ്പെടുത്തുകയും അത് സമൂഹത്തിൽ വിവിധ തലത്തിൽ അതൊരു പ്രചോദനമായി അല്ലെങ്കിൽ വിവിധ തലത്തിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ വിലമതിക്കപ്പെടുകയും ചെയ്തിരുന്നു. എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിന് കൃത്യമായ അഭിപ്രായം ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ആശാസമരം പോലെയുള്ള സമകാലിക വിഷയങ്ങളോട് വരെ അദ്ദേഹം പ്രതികരിച്ചിരുന്നു. നഗരത്തിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ നഗരത്തിൽ നടക്കുന്ന പൊതുചടങ്ങുകളിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചാൽ അദ്ദേഹം ഒരിക്കലും അത് നിരസിക്കാറില്ല. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി പോലും കണക്കിലെടുക്കാതെ അദ്ദേഹം ഇത്തരത്തിലുള്ള പരിപാടികളിൽ നേരത്തെ നമ്മുടെ അതിഥി സൂചിപ്പിച്ചതുപോലെ പുസ്തകോത്സവത്തിലും മറ്റും സജീവ സാന്നിധ്യമായിരുന്നു. പുതിയ എഴുത്തുകാരെ